യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ രണ്ട് കരങ്ങളാണ്. ട്രിപ്പ് നോക്കാതെ, ട്രിപ്പിന്റെ പൈസ പോലും നോക്കാതെ ചാടി ഇറങ്ങിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പക്ഷേ ദൈവതുല്യരായ കുറെ മനുഷ്യരുണ്ട്. കാരണം അതിനൊരു വലിയ ഉദാഹരണമുണ്ട്. കഴിഞ്ഞ മാസം ബസ്സിൽ നിന്ന് താഴേക്ക് വീഴാൻ ശ്രമിച്ച ഒരു യുവാവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ഒരു കണ്ടക്ടറിന്റെ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. അതുപോലെ തന്നെ ദൈവതുല്യരായ രണ്ട് വ്യക്തികളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കാര്യം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു. ബസ്സിന് ഫ്രണ്ടിൽ ആക്സിഡന്റ് നടന്നപ്പോൾ അതിൽ ആക്സിഡന്റ് ആളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ ഡ്രൈവറുടെ അവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. അപ്പം സത്യത്തിൽ എന്തുവായിരുന്നു അന്നേരം ഉണ്ടായിരുന്ന ഒരു വികാരം? എന്തായിരുന്നു? പെട്ടെന്ന് അവരെ എങ്ങനെ രക്ഷപ്പെടുത്തുക ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു സംഭവം? ഞങ്ങള് മാറാട്ടുപുഴയിൽ നിന്ന് പത്തനംതിട്ട ട്രിപ്പായിരുന്നു. സ്റ്റേ ചെയ്യാൻ വരുന്നതായിരുന്നു. അപ്പോൾ വെട്ടിയാർ കളത്തട്ട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. വെട്ടിയാർ കളത്തട്ട്. ഈ രണ്ട് ബൈക്കുകൾ നമ്മൾ കൂട്ടിയിടിക്കുക. അല്ല, നമ്മളെ ഫ്രണ്ടിൽ ഒരു ബൈക്ക് പോകുന്നുണ്ടായിരുന്നു. പുള്ളി ചെറിയ വളവോടെ ബസ് സ്റ്റോപ്പ് തന്നെ. അപ്പോൾ പുള്ളി റൈറ്റിലോട്ട് തിരിയാൻ വേണ്ടിയിട്ട് പുള്ളി റോഡിന് പകുതി എത്തി. അപ്പോൾ ഹോസ്പിറ്റൽ നമ്മൾ ഓവർടേക്ക് ചെയ്തൊരു ബൈക്കുകാർ രണ്ട് പിള്ളേർ വന്ന് പുള്ളിയെ ഇടിച്ചിടുമായിരുന്നു. പുള്ളിയെ ഇടിച്ച് ഇവർ രണ്ടിലും പുള്ളി മറിഞ്ഞ് പുള്ളിയെ തെറിച്ച് പോവുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അപ്പം നമ്മൾ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് പുറകിലുണ്ടായിരുന്നു. നമ്മൾ എന്തുവായിരുന്നു അപ്പോഴത്തെ ഒരു, ഞങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു. പെട്ടെന്ന് എന്തുമല്ലോ ഫാസ്റ്റായിട്ട് നിർത്തുന്നു, ചാടി ഇറങ്ങും. സാധാരണ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഈ ഡ്രൈവർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിൽക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഒരു അപകടം ഉണ്ടായി. കാല് വഴുതി റോഡിൽ വീണ ആളെ വണ്ടി ഇടിച്ചിടിച്ച് കൊണ്ടുപോയ ഒരു അപകടമൊക്കെ ഉണ്ടായി. പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് പെട്ടെന്ന് ചാള നോക്കും. അത് നോക്കാൻ പോയി എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ. അത് കുറെ ഓടി ചെന്നപ്പോഴേക്കും ബോധമൊന്നുമില്ല. അപ്പോഴേക്കും ഒരുത്തരം മുഖം അടിച്ച് തറയിൽ കിടക്കുമായിരുന്നു. അവനെ പൊക്കിയെടുത്ത് ചിലപ്പോൾ ചെറുതായി അനക്കമുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ചൊന്ന് കൊടുത്ത്. മറ്റേ പുള്ളിക്ക് വലിയ കുഴപ്പമായിട്ട് കുഴപ്പമില്ല. ഇടി കൊണ്ട പുള്ളി ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ. ഇവരെ ഇടിച്ച് അത്രയും സ്പീഡ് നിരങ്ങി പോയി ഡിവൈഡർ മണ്ടയ്ക്ക് അടിച്ച് കയറി കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്റുമായിരുന്നു? അല്ലല്ല, തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി നമ്മൾ വെള്ളം വാങ്ങിച്ച് രണ്ടുപേരും വെള്ളം കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അടുത്ത് നോക്കും. കുറെ വണ്ടികളെ കൈ കാണിച്ച് ആരും നിർത്തിയൊന്നുമില്ല. പിന്നെ ആംബുലൻസ് വിളിക്കാൻ നോക്കി, അതും കിട്ടിയില്ല, കണക്ട് ആയില്ല. പിന്നെ പക്ഷെ വണ്ടിയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിൽ ആ ഒരു ദൈവീകത പെട്ടെന്ന് വന്നു. ഞാൻ പറഞ്ഞാൽ ജോസ്കെ എടുക്കുക, തൊട്ടപ്പോൾ ജോസ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ അവിടെ എടുക്കുമല്ലോ എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ച് ജോസ്കെ എടുക്കുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി കയറി ഞാൻ അടുത്തോളം കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് ട്രിപ്പോ പൈസ ഒന്നും ആവുന്നില്ല. നമ്മൾ എങ്ങനെയും അടുത്ത ഹോസ്പിറ്റൽ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം കൂടെ ആരൊക്കെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു? ബസ്സിലെ യാത്രക്കാരെല്ലാം. ഞാൻ അവരോട് പറഞ്ഞു, നീ ജോസ്കോയിലെ വണ്ടി നിർത്തുള്ളൂ, രോഗിയെ കൊണ്ടുപോയി കുഴപ്പമില്ല, കയറ്റിക്കോ, നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞു. ആൾക്കാർക്ക് ഭയങ്കര സഹകരണം. അവരും കൂടെ പിടിച്ച വണ്ടിക്കത് കയറ്റിയത്. നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലായിരുന്നു, കൊണ്ട് ഇറക്കി. പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ അവരെ വിളിക്കുകയോ? അതിനുശേഷം ഞാൻ തിരിച്ച് ട്രിപ്പ് കൂടെ വണ്ടി ഒതുക്കി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കയറിയ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. അപ്പം ഒരുത്തരം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരുത്തരം അടൂര് കൊണ്ടുപോയെന്ന് പറഞ്ഞു. സീരിയസ്? ഒരുത്തരം ചെറിയ സീരിയസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് തിരക്കിയൊന്നുമില്ല. അപ്പം പിന്നെ അവരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ അറിയത്തില്ല, ആരാന്ന് അറിയത്തില്ല. മുഖം ഒന്നും വക്തല്ല, അതുപോലെ മുഖത്തെല്ലാം ചോരയായിരുന്നു. ഒരാൾ മുഖം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മറ്റേ ആള് നല്ല ഫ്രാക്ചർ പറ്റിയ ആളാണ്. പുള്ളി മുഖം മൊത്തം ചോരയായിരുന്നു. പിന്നെ ഹെൽമെറ്റ് പിന്നെ വെള്ളം കൊടുത്തതിന് ശേഷം ഊരിയത്. കാരണം എവിടെ മുറിവൊന്നും അറിയത്തില്ലല്ലോ നമുക്ക്. ആരെയും സഹായിക്കല, ഹെൽമെറ്റ് ഊരാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ വേറെ പുള്ളിയും കൂടെ താങ്ങിച്ചാ ഹെൽമെറ്റ് ഊരിയത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പറ്റി പുള്ളി പൊക്കി എന്റെ കൈ വെച്ച പൊക്കി വെള്ളം കൊടുത്ത് പിന്നെ അതിന് താഴത്ത് വെച്ച് പിന്നെ വേറെ പുള്ളിയും കൂടെ വന്നിട്ട് തല പൊക്കിയ ഹെൽമെറ്റ് ഊരിയത്. നിങ്ങൾ രണ്ടുപേരും പിന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ പിന്നെ കണ്ടക്ടറായ ചേട്ടനോടുണ്ട്. ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന നമ്മുടെ കണ്ടക്ടർ ചേട്ടനാണ്. ചേട്ടനും നമ്മൾ സത്യം പറഞ്ഞ ചേട്ടനെ കാണുമ്പോൾ തന്നെ ചേട്ടൻ ഇപ്പോൾ പ്രായമുള്ളൊരു വ്യക്തിയാണ്. അതൊക്കെ നോക്കാതെ, അല്ലെ ട്രിപ്പ് നോക്കാതെ, ട്രിപ്പിന്റെ പൈസ പോലും നോക്കാതെ ചാടി ഇറങ്ങിയായിരുന്നു. ചേട്ടാ, എന്തായിരുന്നു അന്നേരത്തെ ആ ഒരു ഫീലിങ്സ്? പോയി എന്താ പറയാൻ പോവാ, ജനങ്ങൾ ഇവൻ ഡോറ് തുറക്കാതെ ഡോറ് വന്നു. എൻ്റെ കൂടെ വന്നവരെല്ലാം കൂടെ എന്താ പറയാ, ഇതെന്താ പറയാൻ പോവാ. അവിടെ പിന്നെ മനുഷ്യർ അവിടെ വണ്ടിക്കകത്ത് വന്ന സർവ്വ മനുഷ്യന് സപ്പോർട്ടായിരുന്നു. അല്ലെങ്കിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. ഇപ്പം നന്നാകത്തെ കയറ്റാം, അവരോട് ചോദിക്കുമ്പോൾ കയറ്റാൻ മതി. എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി ആശുപത്രിയിൽ അവർ കൊണ്ടുപോയി ഇറങ്ങി. അപ്പം നിങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു? അപ്പം രണ്ടുപേരെ ഉള്ളായിരുന്നു. അപ്പം പെട്ടെന്ന് അപ്പൊ ഇത് എന്താ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നത്? ഇതിന് നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ പൊട്ടിക്കോഷിക്കാനൊന്നുമല്ല. ഇത് മനുഷ്യൻ ഇങ്ങനെ വന്നു, അവനെ വന്ന് സഹായിക്കാൻ ഈശ്വരന് എന്തോ ഒരു നിമിത്തം പോലെ എന്നാ പറയാം, ഒരു നിമിത്തം അതൊക്കെ. അതെ, നാളെ എനിക്ക് സംഭവിക്കാം. അതെ, നാളെ ചെയ്താൽ ചിലപ്പം വേറെ ഒരാളേക്ക് എന്നെ കൊണ്ടുവന്നു. നമ്മളതിനൊരു നിമിത്തമായി. അതെ, ചവിട്ടി വണ്ടി തെറ്റി അൻപഴക്കിട്ട് ഇറങ്ങി ഓടുക.
എന്തായിരുന്നു ആദ്യം സംഭവം മനസ്സിലായില്ല. വണ്ടി ഇടിക്കുന്നതാണ്. ആ. ഞാൻ ടിക്കറ്റ് കൊടുത്തോണ്ട് നിൽക്കുന്നു. അപ്പം ബൈക്ക് ഇടിച്ച് ഇങ്ങോട്ട് രണ്ടും കൂടെ പറന്നാ പോകുന്നത്. രണ്ട് പിള്ളേർ ഒറ്റ ഡിവൈറിൽ അടിച്ച് മൂക്കാൻ പറ്റാ തിരിഞ്ഞു വന്നു. അച്ഛൻ പേര് ഡിവൈറിൻ്റെ മേല ഇവൻ ചെന്ന തലയിൽ പിടിച്ചിങ്ങനെ പൊക്കുന്നു. വെള്ളം എടുത്തിട്ട് ഒരു പുള്ളി വന്നു. പുള്ളി അവിടെ ഇരിക്കുന്നു. ഇവൻ പിന്നെ ഒരു അവിടെ വിട്ട് വെള്ളം എടുത്തു പോകുന്നു. എന്തോ അന്നേരത്തെ ആ സഹായിച്ച് ചെയ്യാനൊക്കെ ചെയ്തു. അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ രണ്ട് കരങ്ങളാണ്. മനുഷ്യ മനസാക്ഷി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ദൈവം കൊടുക്കട്ടെ. കാര്യം ഇവരെ പോലുള്ളവർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം അറിയാൻ പറ്റത്തില്ല, ഒരുപാട് ലേറ്റായി അവിടെ കിടന്ന് ആ വ്യക്തി മരിച്ചു പോകാം. ആ ഒരു വ്യക്തിയെ രക്ഷിച്ച രണ്ട് ദൈവങ്ങളാണ് ഇവർ. അപ്പം ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവർക്ക് ആയുരാരോഗ്യത്തോടെ ഇവർ ഒരുപാട് കാലം ജീവിക്കട്ടെ, ദൈവം ഇവരെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ്.